ഇക്വിലിബ്രിയം. ഇത് നമ്മളുടെ ഇക്വിലിബ്രിയം എന്നുള്ള ടോപ്പിക്. ഓക്കെ, ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്ത ക്ലാസ്സാണ്, ഫോക്കസ് ഏരിയ മാത്രമേ. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നുള്ളത്. അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. റിയാക്റ്റൻ്റ് ഗിവ്സ് പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, ദിസ് ഈസ് റിവേഴ്സിബിൾ പ്രോസസ്സ്. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH plus HCl gives NaCl plus water. Okay, then next reversible reaction എന്ന് പറയും. ദാറ്റ് ഈസ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ദ ഡയറക്ഷൻസ്. നിങ്ങൾ നോക്കിയാൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറി, തിരിച്ച് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് മാറി. ഓക്കെ, ദിസ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അതിൽ ഇൻ റിവേഴ്സിബിൾ പ്രോസസ്സ് റിയാക്റ്റൻ്റ് കമ്പൈൻസ് ടു ഫോം, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ, ആൻഡ് ദി പ്രോസസ് ഇൻ വിച്ച് പ്രൊഡക്റ്റ് കമ്പൈൻ ടു ഫോം റിയാക്റ്റൻ്റ് ഈസ് കോൾഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, റിയാക്റ്റൻ്റ് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റായിട്ട് മാറുന്നത് ഫോർവേഡ് റിയാക്ഷൻ, തിരിച്ച് പ്രൊഡക്റ്റ് കമ്പൈൻ ചെയ്ത് റിയാക്റ്റൻ്റ് മാറുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ആഫ്റ്റർ സം ടൈംസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും മെല്ലെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് മാറും. അണ്ടർ ദാറ്റ് കണ്ടീഷൻ ദ സിസ്റ്റം അറ്റൈൻസ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് ദസ് ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എപ്പോഴാണ് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യൽ വെച്ചാൽ, ഞാൻ ആ താഴെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന പോയിന്റ് നോക്ക്. ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അണ്ടർ ദാറ്റ് കണ്ടീഷൻ ദ സിസ്റ്റം അറ്റൈൻസ് ഇക്വിലിബ്രിയം. ഓക്കെ, ഒരു കാര്യം ഓർത്ത് നോക്കുക, നമ്മൾ ഈ ടോപ്പിക്കിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട്. പിന്നെ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് നേച്ചർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയാം, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് പ്രപ്പോസ്ഡ് ബൈ ആരറിയാം? ഗോൾഡ്ബർഗ് ആൻഡ് പീറ്റർ വേജ് എന്ന് പറയും. നിങ്ങളെ സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്നും ഓർത്ത് നോക്കണ്ട. ശരിക്കും ഇവിടെ ആ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഇപ്പം നിങ്ങളോട് ആ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നോക്കിയാൽ A+B റിവേഴ്സിബിൾ പ്രോസസ് C+D. അവിടെ ആ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ C ആൻഡ് D ആർ ദി പ്രൊഡക്ട്സ്, A ആൻഡ് B ആർ ദി റിയാക്റ്റൻസ്. ഓക്കെ, ഇത് നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിൽ C എന്ന് എഴുതിയാൽ ഓർ D എന്ന് എഴുതിയാൽ ഓർ A ഓർ B എന്ന് എഴുതിയ മീനിങ് മോളാർ കോൺസെൻട്രേഷൻ ആണ്. മോളാർ കോൺസെൻട്രേഷൻ മീൻസ് മോളാരിറ്റി. അപ്പോൾ അവിടെ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ കെ സി ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് C ഇൻറ്റു D ബൈ A ഇൻറ്റു B ആണ്. അതിൻ്റെ മീനിങ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദാറ്റ് ഓഫ് ദി റിയാക്റ്റൻറ്റ് അതെന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ദിസ് കോൺസ്റ്റൻറ്റ് ഈസ് Kc, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc. ഇപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മളിങ്ങനെ എഴുതും, വളരെ ഈസി ആയിട്ട് പറഞ്ഞു. Kc ഈസ് ഈക്വൽ ടു C ഇൻറ്റു D ബൈ A ഇൻറ്റു B എന്ന് എഴുതാം. ഇനി അവിടെ A+B ഗീവ്സ് C+D എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ Aൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്, Bൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്, Cൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്, Dൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഇനി നിങ്ങൾ ഒരു കോയിഫിഷ്യൻ്റ് കൊടുക്കുന്നു, സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് കൊടുക്കുന്നു. സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആ ബാലൻസ് ചെയ്ത നമ്പർ, അതായത് A+BB ഗീവ്സ് CC+DD. അതിൽ ഹൗ ക്യാൻ യു റൈറ്റ് Kc? വളരെ സിമ്പിളായിട്ട് C⁻C ഇൻറ്റു D⁻D ബൈ A⁻A ഇൻറ്റു B⁻B. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്ക്. H2 + I2 gives 2HI. അപ്പോൾ Kc, ഹൗ ക്യാൻ യു റൈറ്റ് Kc? നോക്ക്, Kc ഈക്വൽ ടു HI² ബൈ H2 ഇൻറ്റു I2. സെക്കൻഡ് വണ്ണിൽ നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അതേപോലെ തന്നെ സെക്കൻഡ് വണ്ണിൽ Kc എഴുതിയിരിക്കുന്നത് അമോണിയയുടെ N2 + 3H2 gives 2NH3. ഇനി നിങ്ങൾ അടുത്ത് നമുക്ക് H2 + I2 gives 2HI ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K1 എന്ന് വിചാരിക്കുന്നു. നേരെ തിരിച്ചിട്ട് 2HI gives H2 + I2, അത് K2 എങ്കിൽ നിങ്ങൾ രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് അല്ലേ? സോ K2 ഈക്വൽ ടു 1/K1 അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കുക, നിങ്ങളിപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എഴുതിയത് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്, മൊളാരിറ്റി സ്ക്വയർ ബ്രാക്കറ്റിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഹൗ ക്യാൻ യു റൈറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ എ ഗ്യാഷ്യസ് റിയാക്ഷൻ? അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ H2 + I2 gives 2HI. നമുക്ക് കോൺസെൻട്രേഷൻ ടേമിൽ എഴുതാം, ഇനി ഗ്യാഷ്യസ് റിയാക്ഷൻ്റെ കേസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാം. അപ്പം ഫോർ ദി ഗ്യാഷ്യസ് റിയാക്ഷൻ ദി കോൺസെൻട്രേഷൻ ടേംസ് ആർ റീപ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷർ.
നമുക്ക് അതിലെഴുതാം, എങ്കിലും നമുക്ക് ഇങ്ങനെ പാർഷ്യൽ പ്രഷർ വെച്ചിട്ട് എഴുതുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം. അതായത് സ്ക്വയർ ബ്രാക്കറ്റിന് പകരം ഒരു പി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കെ പി ഈക്വൽ ടു നമുക്ക് എ സി എന്നതിന് പകരമായിട്ട് കെ പി ഈക്വൽ ടു പി ഇൻറ്റു എച്ച് ഐ സ്ക്വയർ, അതായത് പാർഷ്യൽ പ്രഷർ ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ സ്ക്വയർ ബൈ പി എച്ച് ടു ഇൻറ്റു പി ഐ ടു. ഓക്കെ, അവർ കെ പി ഇസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ വളരെ എളുപ്പമായി അത്. നേരത്തെ നിങ്ങൾ കെ സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി, മോളാർ കോൺസെൻട്രേഷൻ, അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി. ഇപ്പോൾ കെ പി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ, അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഇപ്പോൾ ഗ്യാഷ്യസ് റിയാക്ഷൻ്റെ കേസിൽ വേണമെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാം, കെ സി എഴുതാം, അതേപോലെ എന്ത് എഴുതാം, കെ പിയും എഴുതാം. ഓക്കെ, ഇപ്പോൾ കെ പി എഴുതുന്ന സമയത്ത് ഇൻസ്റ്റെഡ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ പാർഷ്യൽ പ്രഷർ ഈസ് അപ്ലൈഡ്. സോ കെ പി ഈക്വൽ ടു പി, ഇവിടെ ഈ എക്സാമ്പിൾ വെച്ചിട്ട് പി എച്ച് ഐ സ്ക്വയർ ബൈ പി എച്ച് ടു ഇൻറ്റു പി ഐ ടു. അപ്പോൾ വാട്ട് ഈസ് കെ പി? കെ പി ഈസ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. ഇപ്പം നിങ്ങളിപ്പം തൊട്ട് മുന്നേ എന്ത് പഠിച്ചു? കെ സി പഠിച്ചു. ഓക്കെ, അതിന് നെക്സ്റ്റ് പാർട്ടായിട്ട് കെ പി പഠിച്ചു. അപ്പോൾ അടുത്ത് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. വളരെ ഈസി. നിങ്ങൾ ആ റിയാക്ഷൻ തന്നെ എടുക്കുക. എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി. അതിലെങ്ങനെ കെ സി എഴുതുക? ഈസി. കെ സി ഈസ് ഈക്വൽ ടു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ബൈ എ റേസ് ടു ഇൻറ്റു ബി റേസ് ടു ബി. അതിൽ ഹൗ ക്യാൻ യു റൈറ്റ് കെ പി? അത് നമ്മൾ പഠിച്ചു. പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി. അതായത് ആ പവറായിട്ട് എഴുതുന്നതെല്ലാം അതിൻ്റെ ബാലൻസ് ചെയ്ത നമ്പറാണ്. സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് എന്ന് പറയും, ബാലൻസ് ചെയ്ത നമ്പർ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ടോപ്പിക്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ദാറ്റ് ഇസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ദെൻ പി ഈസ് ഈക്വൽ ടു എന്ത്? എൻ ബൈ വി ഇൻറ്റു ആർ ടി. ദെൻ എൻ നമ്പർ ഓഫ് മോൾസ്, വി വോളിയം ഓഫ് സൊല്യൂഷൻ. എങ്കിലും നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്. സോ എം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത് നമ്മളിവിടെ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു സി ആർ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എ ബി സി ഡിയിൽ അപ്ലൈ ചെയ്താൽ പി എ ഈസ് ഈക്വൽ ടു സി ആർ ടി, പി ബി ഈസ് ഈക്വൽ ടു സി ബി ആർ ടി, പി സി ഈസ് ഈക്വൽ ടു സി സി ആർ ടി, പി ഡി ഈസ് ഈക്വൽ ടു സി ഡി ആർ ടി. അതിനുശേഷം ആ പി എ പി ബി പി സി പി ഡിയുടെ വാല്യൂ എവിടെ? കെ പി എന്നുള്ള എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നോക്ക്. കെ പി ഈസ് ഈക്വൽ ടു സി സി ആർ ടി റേസ് ടു സി ഇൻറ്റു സി ഡി ആർ ടി റേസ് ടു ഡി ബൈ സി എ ആർ ടി റേസ് ടു എ ഇൻറ്റു സി ബി ആർ ടി റേസ് ടു ബി. അതിൽ നിന്ന് കോമൺ ആയിട്ട് സി സി എല്ലാം പുറത്തേക്ക് എടുക്കുക. സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി. അതായത് ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി എന്ന് വരില്ലേ. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. എങ്കിൽ ആ കെ ലാസ്റ്റ് നോക്കിയാൽ കെ പി ഈക്വൽ ടു സി റേസ് ടു സി ഇൻറ്റു സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ബൈ സി എ റേസ് ടു ഇൻറ്റു സി ബി റേസ് ടു ബി. അതാണ് നമ്മളുടെ കെ സി. ഓക്കെ, നമുക്കറിയാം കെ സി. അപ്പോൾ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ടി മൈനസ് എ പ്ലസ് ബി. അങ്ങനെ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ ആണ്. എങ്കിൽ എങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ആർ ടീൻ്റെ മൊത്തം പവറാണ് ഡെൽറ്റ എൻ. ആർ ടി ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, തെറ്റാണെന്ന്. അപ്പോൾ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അവിടെ ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ 8.314 സോറി ആറിൻ്റെ വാല്യൂ വരെ 0.0821 ആണ്. ഓക്കെ, ഞാനിവിടെ 8.314 എഴുതിയത് 0.0821. പിന്നെ ടീൻ്റെ വാല്യൂ, ടി ടെമ്പറേച്ചർ, പിന്നെ അവിടെ ഡെൽറ്റ എൻ എന്നുള്ളത് ഓർത്ത് നോക്കുക. ഡെൽറ്റ എൻ എന്നുള്ളത് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ്. ഓക്കെ, ക്ലിയർ. ആറിൻ്റെ വാല്യൂ ഓർത്ത് നോക്കണം. ആറിൻ്റെ വാല്യൂ 0.0821 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ പഠിക്കേണ്ടത് ആസിഡ് ബേസ് കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, ആസിഡ് ആൻഡ് ബേസ് കൺസെപ്റ്റ്സ് നമ്മൾ സി ബി എസ് എല്ലാം പറയുന്നവർ മുമ്പേ നമ്മൾ 10th പഠിച്ചാണ് എല്ലാവരും. അപ്പോൾ അതിൽ ഫസ്റ്റ് കൺസെപ്റ്റാണ് അറീനസ് കൺസെപ്റ്റ്. നമുക്ക് മുന്നേ അറിയുന്നത് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗിവ്സ് എച്ച് പ്ലസ് അയോൺ ഇൻ സൊല്യൂഷൻ ആൻഡ് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗിവ്സ് OH മൈനസ് അയോൺ ഇൻ സൊല്യൂഷൻ. വാട്ടറിൽ വെച്ചിട്ട് എച്ച് പ്ലസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ആസിഡാണ്. OH മൈനസ് ഉണ്ടെങ്കിൽ ബേസാണ്. ഇനി ഈ വാട്ടറിൽ, അതായത് ശരിക്കും ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ അയോൺ എക്സിസ്റ്റ് ഇൻ വാട്ടർ ആസ് ഹൈഡ്രോണിയം അയോൺ എന്ന് പറയും. അതായത് എച്ച് പ്ലസ് അയോൺ ഇൻ വാട്ടർ എക്സിസ്റ്റേഴ്സ് എന്ന ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രോണിയം അയോൺ എന്ന് പറഞ്ഞാൽ H3O പ്ലസ്. അപ്പോൾ നിങ്ങൾ തൊട്ട് താഴത്തെ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. HCl പ്ലസ് H2 എന്താണ്? H3O പ്ലസ് പ്ലസ് Cl മൈനസ്. ഓക്കെ,
ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമ്മളുടെ ഈ അറീനസ് കൺസെപ്റ്റ് പ്രകാരം ഉള്ള ആസിഡ് ബേസിൻ്റെ ഈ കൺസെപ്റ്റില്ലേ, ഇത് നമുക്ക് ഓൺലി അപ്ലിക്കബിൾ ഇൻ അക്വ സൊല്യൂഷൻ. ഓക്കെ, അതായത് ഒരു അക്വ സൊല്യൂഷൻ മാത്രമാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്നല്ലേ പറയുന്നത്. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. യെസ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു അറീനസ് കൺസെപ്റ്റ് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗിവ്സ് എന്ത് H+ അയോൺ. ബേസ് ആണെങ്കിൽ എന്ത് കിട്ടും? OH- അയോൺ കിട്ടും. ഓക്കെ, ബേസ് ആണെങ്കിൽ OH-. ആസിഡ് ആകുമ്പോൾ HCl പ്രൊഡ്യൂസേഴ്സ് എന്തായിരിക്കും? ശരിക്കും H3O+ ആണ്. അപ്പോൾ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയാം, അല്ലെങ്കിൽ H+ അയോൺ എന്ന് പറയാം. സെക്കൻഡ് കൺസെപ്റ്റ് പറയുന്നത് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോട്ടോൺ, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് പ്രോട്ടോൺ ഡോണർ ഈസ് കോൾഡ് ആസിഡ് ആൻഡ് പ്രോട്ടോൺ ആക്സെപ്റ്റർ ഈസ് കോൾഡ് ബേസ്. H+നെ വിട്ടുകൊടുക്കുന്ന ആസിഡ്, H+നെ ഡൊണേറ്റ് ചെയ്യുന്നത് ആസിഡ് പറഞ്ഞു. H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇത് പ്രോട്ടോൺ ആക്സെപ്റ്റർ ബേസ്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഇതിൽ ഇത് ശരിക്കും ഒരു കാര്യം, ഇപ്പം HCl എന്നുള്ളത് ആസിഡാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? H+നെ ഡൊണേറ്റ് ചെയ്യും. സോ നമുക്ക് Cl- കിട്ടും. ദെൻ NH4+ എന്നുള്ളത് എന്താണ്? ശരിക്കും അവിടെ ഒരു ആസിഡാണ്. അപ്പോൾ അത് H+നെ ഡൊണേറ്റ് ചെയ്തപ്പോൾ NH3 കിട്ടി. അപ്പം അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം നിങ്ങൾ റൗണ്ട് ചെയ്ത സാധനം നോക്കുക. HCl-ഉം Cl- എടുത്താൽ HCl ആസിഡാണ്, Cl- ബേസാണ്. അപ്പോൾ ആസിഡും ബേസും തമ്മിലുള്ള ഡിഫറൻസ് H+ അല്ലേ? അതേപോലെ NH4+ഉം NH3 എടുത്തു കഴിഞ്ഞാൽ NH4+ഉം NH3 തമ്മിലുള്ള ഡിഫറൻസ് H+ ആണ്. സോ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന ആസിഡ് ബേസ് പെയർ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് H+ ആണെങ്കിൽ ദിസ് ഈസ് കോൾഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, അതായത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഇപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ പെയർ വിച്ച് കണ്ടെയ്നിങ് ആസിഡ് ആൻഡ് ബേസ് വിച്ച് ഡിഫർ ബൈ എ പ്രോട്ടോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി, നിങ്ങൾ ആസിഡ് അങ്ങനെ പഠിക്കാതെ ആസിഡ് -H+ അങ്ങനെ പഠിക്കാതെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്പീഷീസ്, തന്നിരിക്കുന്ന സ്പീഷീസ് +H+ ഗീവ്സ് എന്ത്? കോൺജുഗേറ്റ് ആസിഡ്. പിന്നെ തന്നിരിക്കുന്ന സ്പീഷീസ് -H+ ഗീവ്സ് കോൺജുഗേറ്റ് ബേസ്. അങ്ങനെ ഓർത്ത് നോക്കുക. നമുക്ക് ആ എക്സാമ്പിളിലൂടെ ക്ലിയർ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായി. ഇനി നോക്കിക്കോ, ഒരു ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. ഇപ്പോൾ HCl എന്നുള്ളത് സ്ട്രോങ് ആസിഡാണ്, അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് Cl-. അപ്പോൾ അത് വീക്ക് ആയിരിക്കും. നേരെ തിരിച്ചും ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ Cl- എന്നുള്ളത് വീക്ക് കോൺജുഗേറ്റ് ബേസ് ആണെങ്കിൽ അതിൻ്റെ ആസിഡ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് നോക്കുക. ഇനി ഞാൻ ആ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടുപിടിക്കേണ്ട എളുപ്പവഴി ഞാൻ അവിടെ എഴുതിച്ചിട്ടുണ്ട്. ആ ഒരു ബോക്സ് നോക്കിയാൽ സ്പീഷീസ് +H+ Ca ആ റൈറ്റ് സൈഡിലെ കോളം നോക്കിയാൽ മതി. കോൺജുഗേറ്റ് ആസിഡ് HCO3-, അതിനോട് H+ ആഡ് ചെയ്യുമ്പോൾ അത് കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. നേരെ കുറച്ച് മൈനസ് ചെയ്യുന്ന സമയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കോളം നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ശ്രദ്ധിച്ചോ, ഞാനവിടെ വാട്ടർ പറയാം. വാട്ടർ H+നെ ഗെയിൻ ചെയ്തപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് കിട്ടി. അപ്പം H+നെ ആക്സെപ്റ്റ് ചെയ്തത് അത് ബേസ് അല്ലേ? ഇൻ അക്കോർഡൻസ് വിത്ത് ബ്രോൺസ്റ്റഡ്-ലോറി കൺസെപ്റ്റ്. യെസ്. ഇനി വാട്ടറിൻ്റെ കോൺജുഗേറ്റ് ബേസ് എഴുതുമ്പോൾ ഇറ്റ് ഡൊണേറ്റ് H+ അയോൺ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ആസിഡ് അല്ലേ ഡൊണേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സെൻറ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്ന സ്പീഷീസ് നോക്കിയാൽ കോൺജുഗേറ്റ് ആസിഡ് എഴുതുന്ന സമയത്ത് എന്താണ്? കോൺജുഗേറ്റ് ബേസ് എഴുതുന്ന സമയത്ത് എന്താണ്? ആസിഡുമാണ് ബേസുമാണ്. ഓക്കെ, അപ്പോൾ അത് ആ സെൻട്രലിലെ സ്പീഷീസ് ഞാൻ എഴുതിയിരിക്കുന്ന സ്പീഷീസിലെ അത് ഒരു സമയത്ത് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, മറ്റേ സമയത്ത് ബേസായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ സബ്സ്റ്റൻസ് വിച്ച് ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ദിസ് ഈസ് കോൾഡ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് എന്ന സെക്ഷനിൽ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. ഒന്ന്, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ, ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ഓക്കെ, ക്ലിയർ. തേർഡ് വൺ, അക്കോർഡിംഗ് ടു ലൂയിസ് കൺസെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഡോണർ ഈസ് കോൾഡ് ബേസ് ആൻഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ഈസ് കോൾഡ് ആസിഡ്. അപ്പോൾ ഇലക്ട്രോൺ പെയർ ഡോണറാണ് ശരിക്കും എന്ത് പറയുന്നത്? ബേസ് പറയുന്നത്. ഇലക്ട്രോൺ പെയർ ഡോണർ ഈസ് കോൾഡ് ബേസ്, ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ഈസ് കോൾഡ് ആസിഡ്. ഇനി നിങ്ങളതിൽ ശരിക്കും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ പറയാം, സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ഈസ് കോൾഡ് ബേസ്, ലൂയിസ് ബേസ്. സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഈസ് കോൾഡ് ലൂയിസ് ആസിഡ്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കിയാൽ BF3, AlCl3, H+. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് എല്ലാം എന്താണ്? ലൂയിസ് ആസിഡാണ്. ഓക്കെ, അതിൽ ഏതും പെടും പോസിറ്റീവ് ചാർജ് അയോൺ, ദാറ്റ് ഈസ് കാറ്റയോൺ എന്നുള്ളത് ലൂയിസ് ആസിഡാണ്. പിന്നെ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് എല്ലാം എന്തായിട്ട് മാറും? ലൂയിസ് ബേസ് ആയിട്ട് മാറും, ദാറ്റ് ഈസ്
നെഗറ്റീവ് ചാർജുള്ള അയോൺ ദാറ്റ് ഈസ് ആനയോൺസ് എല്ലാം എന്താണ് ലൂയിസ് ബേസുമാണ്. അപ്പം ഇങ്ങനെ പറയാം, ഓൾ കാറ്റയോൺസ് ആർ ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആർ എന്തത് ലൂയിസ് ആസിഡ് ആൻഡ് ഓൾ ആനയോൺസ് ആർ ലൂയിസ് ബേസ്. അതൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങളതിൽ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ AlCl3 പ്ലസ് Cl- ഗീവ്സ് AlCl4 മൈനസ് എടുത്താൽ Cl- ഇലക്ട്രോൺ പെയറിനെ കൊടുത്തു ആർക്ക് AlCl3ക്ക്. സോ Cl- ആക്ട് ആസ് ലൂയിസ് ബേസ് ആൻഡ് AlCl3 ആക്ട് ആസ് ലൂയിസ് ആസിഡ്. പിന്നെ I2 പ്ലസ് I- ഗീവ്സ് I3 മൈനസിൽ I- എന്നുള്ളത് നെഗറ്റീവ് ചാർജുള്ള അയോണാണ്. സോ ആനയോൺ അത് ലൂയിസ് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ലൂയിസ് ബേസ് മറ്റേ I2 ലൂയിസ് ആസിഡ്. ക്ലിയർ? നെക്സ്റ്റ് സെക്ഷൻ നോക്കിക്കോ. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, അത് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ. നിങ്ങൾക്കറിയാം വാട്ടർ വാട്ടർ ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് അണ്ടർഗോസ് അയോണൈസ്ഡ് പാർഷ്യലി എന്നറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, H2 റിവേഴ്സൽ പ്ലസ് ആയിട്ട് H++ എന്ത് എഴുതാം, OH- എന്ന് എഴുതാം. അങ്ങനെ എഴുതാം, H++OH-. ഇനി നിങ്ങളതിൽ മുമ്പേ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യുന്ന K ഇല്ലേ, അപ്പോൾ K എഴുതുക. K കൂടെ എങ്ങനെ എഴുതും, പ്രൊഡക്റ്റ് ബൈ റിയാക്റ്റ് എന്ന് എഴുതുമ്പോൾ H+ ഇൻറ്റു OH- ബൈ H2O. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, K ഇൻറ്റു H2 എടുക്കുക. ദാറ്റ് ഈസ് കൂടെ H+ ഇൻറ്റു OH-. ആ K ഇൻറ്റു H2 ആണ് എന്ത് KW. വേർ KW ഈസ് കോൾഡ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ ഇൻ വാട്ടർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ആവാൻ രണ്ടും ഒന്ന് തന്നെ, H+ ആൻഡ് OH- എന്നുള്ളത്. അപ്പം ഫോർ പ്യുവർ വാട്ടർ H+ൻ്റെ വാല്യൂയും OH- വാല്യൂയും ഈക്വലാണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 10⁻⁻7 ആണ്. 7 ആണ്. അങ്ങനെയാണെങ്കിൽ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എത്രയായിരിക്കും, 10⁻⁻7 ഇൻറ്റു 10⁻⁻7 എത്രയായിരിക്കും, 10⁻⁻14 അല്ലേ KW. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഒരു സെക്ഷൻ പഠിക്കാനുള്ളത്. ഇനി H+ൻ്റെ വാല്യൂ OH- വാല്യൂവിനെക്കാളും കൂടുമ്പോൾ അതെന്തായിരിക്കും, ആസിഡ് ആയിരിക്കും. H+ൻ്റെ വാല്യൂ OH- കുറയുമ്പോഴെന്തായിരിക്കും, ബേസ് ആയിരിക്കും. H+ൻ്റെ വാല്യൂ OH- വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ആസിഡിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് pH ഉപയോഗിക്കും. അപ്പോൾ pH ഈക്വൽ ടു എന്ത് കൊടുക്കാം, -log H+, നെഗറ്റീവ് ലോഗരിതം ഓഫ് H+. അതാണ് ശരിക്കും ഇത് pH. നിങ്ങൾ മുന്നേ പഠിച്ചതാണ് pH എല്ലാം. ഇനി വാട്ട് ഈസ് POH? POH എന്ന് പറഞ്ഞാൽ ഒരു ബേസിൻ്റെ സ്ട്രെങ്ത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടേമാണ് ഇത് POH. ഓക്കെ, ഇനി ഒരു pH സ്കെയിൽ ശ്രദ്ധിച്ചോ. ഒരു pH സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൊറൻസൺ എന്ന സയൻറ്റിസ്റ്റാണ്. സൊറൻസൺ. അതിൽ pH സ്കെയിലിൽ നമ്മളൊരു 0 to 14 വരെ ഉള്ള വാല്യൂസ് കൊടുത്താൽ, 0 to 14 വരെ പറഞ്ഞാൽ 7 ആണെങ്കിൽ അതെന്താണ്, ന്യൂട്രലാണ്. pH വാല്യൂ 7 ആണെങ്കിൽ ദിസ് ഇസ് എന്ത്, ന്യൂട്രൽ. ദെൻ pH <7 ആണെങ്കിൽ അതെന്ത്, ആസിഡാണ്. ഇനി pHൻ്റെ വാല്യൂ >7 ആണെങ്കിൽ അതെന്താണ്, ബേസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചത് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW. അതിൻ്റെ വാല്യൂ ഓർത്ത് നോക്കണം, 10⁻⁻14 മോൾ സ്ക്വയർ L⁻⁻2 എന്ന് വരും. പിന്നെ pHും POHും. pH എന്ന് പറഞ്ഞാൽ -log H+, POH എന്ന് പറഞ്ഞാൽ -log OH-. ഇത്രയും സെക്ഷനിൽ നിന്ന് പഠിക്കാനുണ്ട് ഈ പാർട്ടിന് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ pH 7 ആണെങ്കിൽ ന്യൂട്രൽ, <7 ആസിഡ്, <7 ബേസ്. നെക്സ്റ്റ് പാർട്ട് റിലേഷൻ ബിറ്റ്വീൻ pH ആൻഡ് POH. നമ്മൾക്കറിയാം, വി നോ ദാറ്റ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW ഈസ് ഈക്വൽ ടു H+ ഇൻറ്റു OH-, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁴. അപ്പോൾ ഞാൻ എന്ത് എഴുതി, H+ ഇൻറ്റു OH- ഈക്വൽ ടു 10⁻⁴ എന്ന് എഴുതി. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ടേമാണ് ഞാൻ പറഞ്ഞത്, ലോഗരിതം. അപ്പോൾ ആ റൈറ്റ് സൈഡിലൊരു ബോക്സിൽ ഞാൻ എഴുതി വെച്ചാണ്ട് ഒരു കോളത്തിൽ log AB എന്ന് പറഞ്ഞാൽ log A + log B ആണ്. log A/B എന്ന് പറഞ്ഞാൽ log A - log B ആണ്. log A⁻m എന്ന് പറഞ്ഞാൽ m log A ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഞാൻ ആ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ലോഗരിതം രണ്ട് സൈഡ് എടുക്കുക. അപ്പോൾ log AB എന്ന ടേമിലാണ് ഫസ്റ്റ് ടേം ഉണ്ടാവുക. അപ്പം log H+ + log OH- എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു m log A⁻m എന്ന് എടുത്താൽ -14 log 10. -14 log 10. അപ്പോൾ log 10ൻ്റെ വാല്യൂ 1 ആണ്. ഇനി എല്ലാത്തിനും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -log H+ + -log OH- ഈക്വൽ ടു 14 വരും. അപ്പോൾ വാട്ട് ഈസ് -log, നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ എന്താണ്, pH. നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- POH. എങ്കിൽ എങ്ങനെയാണെങ്കിൽ pH + POH ഈക്വൽ ടു 14 എന്ന റിലേഷൻ വരും. pH + POH ഈക്വൽ ടു 14 എന്നുള്ളത്. ഇനി pHൻ്റെ വാല്യൂ POHന് ഈക്വൽ ആണെങ്കിൽ ന്യൂട്രൽ. pHൻ്റെ വാല്യൂ >POH ആണെങ്കിൽ അതെന്താണ്, അസിഡിക്.
പി എച്ചിൻ്റെ വാല്യൂ ലെസ് ദാൻ പി എച്ച് ആണെങ്കിൽ അത് ബേസിക്. അങ്ങനെ നമുക്ക് അസിഡിക്, ബേസിക്, ന്യൂട്രൽ ക്യാരക്ടർ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഉള്ള റിലേഷൻ പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു 14. നെക്സ്റ്റ് ടേം പറയുന്നത് കോമൺ അയോൺ എഫക്റ്റ്. കോമൺ അയോൺ എഫക്റ്റ് പറയുമ്പോൾ എക്സാമ്പിൾ നോക്കാം. ഞാൻ ആദ്യം ഡെഫിനേഷൻ എന്ന് പറഞ്ഞുതരാം. കോമൺ അയോൺ എഫക്റ്റ് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സപ്പറേഷൻ ഓഫ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് by the addition of strong electrolyte containing common ion. Common ion effect is the suppression of dissociation of the weak electrolyte by the addition of strong electrolyte containing common ion. ഞാനൊരു എക്സാമ്പിൾ നോക്കിയോ. ഇലക്ട്രോലൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സബ്സ്റ്റൻസ് വിച്ച് അണ്ടർഗോസ് കെമിക്കൽ ചേഞ്ച് ഡ്യൂറിങ് ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി ഇലക്ട്രോലൈറ്റ് നമ്മൾ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്. എന്തെല്ലാം? ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, മറ്റൊന്ന് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മീൻസ് കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് പാർഷ്യലി അയോണൈസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എക്സാമ്പിൾ ആയിക്കോ. NH4Cl ആർ ആഡഡ് ടു NH4OH. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് NH4OH എന്നുള്ളത്. അത് ആഡ് ചെയ്യുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് NH4Cl ആർ ആഡഡ് ടു NH4OH. കോൺസെൻട്രേഷൻ ഓഫ് NH4+ അയോൺ ഇൻക്രീസസ്. NH4+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. ഇനി ഈ CBSE കുട്ടികൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, സ്റ്റേറ്റിലെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് ലേ ഷാറ്റേഴ്സ് പ്രിൻസിപ്പിൾ. എങ്കിലും കുഴപ്പമില്ല, ആ പ്രിൻസിപ്പിൾ പ്രകാരം കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വിലിബ്രിയം, അതായത് അക്കോർഡിംഗ് ടു ലേ ഷാറ്റേഴ്സ് പ്രിൻസിപ്പിൾ, ഇവിടെ NH4+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടുവേഴ്സ് ലെഫ്റ്റിലോട്ട് നടക്കുക റിയാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിലോട്ട് റിയാക്ഷൻ നടക്കുമെന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസസ്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മീനിങ് അത് ഡിക്രീസ് ചെയ്യാൻ കാരണം ബിക്കോസ് ഞാൻ ആഡ് ചെയ്ത ഇലക്ട്രോലൈറ്റിലും എടുത്തിരിക്കുന്ന വീക്ക് ഇലക്ട്രോലൈറ്റിലും സെയിം അയോണിൽ അതുകൊണ്ടാണ് കോമൺ അയോൺ. അപ്പോൾ ഇങ്ങനെ പറയാം, അമോണിയം ക്ലോറൈഡ് ആഡ് ടു അമോണിയം ഹൈഡ്രോക്സൈഡ്, കോൺസെൻട്രേഷൻ ഓഫ് NH4+ അയോൺ ഇൻക്രീസസ്, സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്, ദാറ്റ് ഈസ് ദ ഡിസോസിയേഷൻ ഡിക്രീസസ്. നെക്സ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ എന്നുള്ളത്. ഇത് നമ്മൾ pH-നോട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ pH-നോട് കണക്ട് ചെയ്യുന്ന 2-3 ടേംസ് ഉണ്ട്, ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പം വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ ഓൺ ഡൈലൂഷൻ അല്ലെങ്കിൽ ഓർ വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി, ആസിഡ് ഓർ ബേസ് ഇസ് കോൾഡ് ബഫർ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെ പറയാം, ദ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ. pH വാല്യൂവിൻ്റെ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് pH എപ്പോഴും എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ? അതാണ് ശരിക്കും ബഫർ സൊല്യൂഷൻ. ഇപ്പോൾ ബഫർ സൊല്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്. സ്ക്രീൻ നോക്കിയാൽ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അസിഡിക് ബഫർ, സെക്കൻഡ് വൺ ബേസിക് ബഫർ. സോ അസിഡിക് ബഫർ ഈസ് എ മിക്സർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ്. എക്സാമ്പിളായിട്ട് CH3COH പ്ലസ് CH3CONA. ദെൻ അസറ്റിക് ആസിഡും സോഡിയം അസിഡേറ്റ് എന്ന് പറയും. ദെൻ ബേസിക് ബഫർ ഈസ് എ മിക്സർ ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. സാൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്, NH4Cl ആൻഡ് NH4OH ആൻഡ് NH4Cl. ഇനി ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ആ അസിഡിക് ബഫറിൻ്റെ pH വാല്യൂ ഏകദേശം വരിക 4.75 ആണ്. പിന്നെ അതുപോലെ ബേസിക് ബഫറിൻ്റെ ആ മിക്സറിൻ്റെ pH വാല്യൂ ഏകദേശം വരിക 9.25 ആണ്. ഓക്കെ, അപ്പോൾ എന്നാൽ ബഫർ സൊല്യൂഷൻ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. സൊല്യൂഷൻ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ. ഓക്കെ, ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ്, അസിഡിക് ബഫർ ആൻഡ് ബേസിക് ബഫർ. ഇത്രയും സെക്ഷൻസ് നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്നത് ഇക്വിലിബ്രിയം എന്നുള്ള ടോപ്പിക്കിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് പഠിക്കാനുണ്ട്. വളരെ എളുപ്പമാണ്, കുറച്ച് പാർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, pH-നോട് കണക്ട് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ബഫർ സൊല്യൂഷൻ ഉണ്ട്, pH വാല്യൂ. ഓക്കെ, ക്ലിയർ?